അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഈ കുക്കിംഗ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് കൂടി തോന്നുമല്ലോ, അയ്യോ ഇത് രസമല്ലേ, ഇതൊരു വീഡിയോ എടുക്കാം എന്ന് തോന്നുമ്പോഴാണ് ഞാൻ ഓരോ വീഡിയോ എടുത്ത് അയക്കണം. അല്ലാണ്ട് എല്ലാ ദിവസവും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ആൾക്കാരെ വെറുപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് പൈ പിന്നെ നമ്മുടെ സോസേജ് വെച്ചിട്ടൊരു ഡിഷാണ്. അപ്പോൾ അതിന് നമുക്ക് ഇതേപോലെ പാക്കറ്റുകളിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫ്രീസറിലുണ്ടാവും. ഇതേപോലെ നല്ല അലുവ കഷ്ണം പോലത്തെ കുറേ മുള്ളൊന്നുമില്ല, അത് അടിപൊളി സാൽമണ്ടയും പിന്നെ പ്രോൺസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ മീനുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു 3-4 പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് വെറുതെ കഴുകൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലാണിത് കഴുകലും പിടിക്കലും 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ കഴുകും. നമുക്കൊരു തൃപ്തി വന്നവരെ നമ്മൾ കഴുകുമല്ലോ. പക്ഷേ ഇവിടെ മീറ്റായാലും ശരി മീനായാലും ശരി എന്തായാലും ശരി കഴുകണ പരിപാടിയൊന്നുമില്ല, നേരെ അലക്കാണ്. അപ്പോൾ അതേപോലെ നേരെ അലുവ കഷ്ണം പോലത്തെ മീനുകൾ, ഒരു മുള്ളില്ല, എന്ത് രസമല്ലേ. ഇതൊക്കെ വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കണം കേട്ടോ. അതിനകത്ത് പ്രോൺസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വേവിക്കണം, അകത്ത് വെക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വെജിറ്റബിൾസ്, അതിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ള വെജിറ്റബിൾസ്, അതിൻ്റെ മുകളിലിടാനുള്ള മാഷ്, പിന്നെ ഗ്രേവി, അങ്ങനെ ഒരു ലോഡ് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കിടെ നടക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടെ രാവിലെയാണ് നമ്മൾ ചെയ്യണത്, ഒരു 7 മണി 7:30 നേരത്താണ്. അപ്പോൾ ഈ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് സമയമുണ്ട്. അപ്പോൾ ആ കാണുന്ന ജാമും കാര്യങ്ങളൊക്കെ അതിനുള്ളതാണ്. മെയിനായിട്ട് ടോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ, ടോസ്റ്റ് കാര്യങ്ങൾ പിന്നെ ബേക്കൺ അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് അവർക്ക് എന്താണോ വേണ്ടത് നമ്മളതെല്ലാം ഇതിൻ്റെ ഇടയ്ക്കിടെ അതും നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഒരുപാട് ആൾക്കാർ സീരിയൽസ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, അതായത് ഇപ്പോൾ കോൺഫ്ലെക്സോ അല്ലെങ്കിൽ വീറ്റീസോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഇടയ്ക്കിടെ നമ്മൾ അതും ഹാൻഡിൽ ചെയ്യണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിൻ്റെ ഇടയ്ക്കിടെ ഈ വീഡിയോ എടുക്കുന്ന പരിപാടി ഗംഭീര ടാസ്ക്കാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തെടുക്കും. നമ്മൾ എല്ലാ പ്രാവശ്യവും ഇതേപോലെ വീഡിയോ എടുക്കാറുണ്ട്, പക്ഷേ എൻ്റെ സെർവ് ചെയ്യണമെന്നും കിട്ടാറില്ല, എടുക്കാൻ സമയം കിട്ടാറില്ല. പിന്നെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ കലവറ, ഞങ്ങളുടെ നിധി, എല്ലാ നിധി എവിടെ ഇരിക്കണേ. നേരത്തെ കണ്ട ഫ്രീസർ, ബ്രെഡ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത്, പിന്നെ ഇത് നമ്മുടെ മീറ്റും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ളത്. നമുക്ക് അത്യാവശ്യം ഒരാഴ്ച 2 ആഴ്ച ഓടാനുള്ള സാധനം ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ ഇത് നമുക്ക് ഫിഷ് കാര്യങ്ങൾ വെക്കാനുള്ളത്, പിന്നെ ഇത് നമ്മുടെ വെജിറ്റബിൾസ്, ഫ്രോസൺ വെജിറ്റബിൾസ് മാത്രം വെക്കാനുള്ളത്. അപ്പോൾ ഇന്നും എനിക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കൂടെ എല്ലാ ദിവസവും നമ്മൾ വെജിറ്റബിൾസ് കൊടുക്കണം. ഈ ഫുഡിൻ്റെ ഏത് ഫുഡായാലും ശരി അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നലെ ഏതാണ്ട് ബ്രൊക്കോളി അങ്ങനെ എന്താണ് കൊടുത്തത്, അതാണ് ഇപ്പോൾ ഇന്നൊരു ക്യാരറ്റും കയറി പിടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ 2 ക്യാരറ്റും സ്ലൈസ്ഡ് ക്യാരറ്റാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ സ്ലൈസ്ഡ് ക്യാരറ്റും കുറച്ച് ക്യാബേജും വെച്ച് അലക്കാമെന്ന് വിചാരിച്ചേക്കാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ ഫുഡിനും മെനുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫിക്സഡായിട്ട് ഓരോ കാര്യങ്ങൾ, ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ, ഇന്ന ഫുഡ് എല്ലാം നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുണ്ട്. പക്ഷേ ഈ വെജിറ്റബിൾസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യം പോലെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളത് ക്യാബേജൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഫ്രോസണുമാണ്. ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു ക്യാബേജ് വളർത്തണമെങ്കിൽ തേങ്ങ അരയ്ക്കണം, വെളുത്തുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് കടുകൊക്കെ പൊട്ടിച്ച് എന്താ അംഗം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല, അങ്ങനെ ഒരു കലാപരിപാടിയില്ല. നേരെ കൊണ്ടുവരിക, നേരെ പാക്കറ്റ് പൊട്ടിക്കുക, അതിനകത്തേക്കാണ് ഇടുക, വെള്ളം ഒഴിക്കുക, ചൂടാക്കുക, പരിപാടി കഥം. വേറെ ഒന്നുമില്ല. അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ കഴിക്കണമെന്ന് പറയണേ. ഞാൻ ആലോചിച്ചപ്പോൾ അതും ശരിയാണ്. വെറുതെ നമ്മൾ ആവശ്യമില്ലാണ്ട് മസാലപ്പൊടി അല്ലെങ്കിൽ മസാലയല്ല, മഞ്ഞപ്പൊടി, ആ വെളിച്ചെണ്ണ, ഈ വെളിച്ചെണ്ണ, കടുക് എന്തൊക്കെ ഇട്ടിട്ടാണ് ഒരു അക്രമം കാണിക്കണത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നേരെ ഏകദം വേവിക്കുക, കഴുകുക. പിന്നെ അതേപോലെ ഞാൻ ഒരു കണക്കിന് ഇതെല്ലാം അടുപ്പത്ത് കയറ്റി. ഇനി ഇതെല്ലാം വെന്ത് കിട്ടണം. വെന്ത് കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഈ ഗ്രേവി ഉണ്ടാക്കി ഒഴിക്കണം. അതൊരു പാനിലേക്ക് മാറ്റണം. നമുക്ക് എന്താ പറയുക, പിടിപ്പത് പണിയുണ്ട്. ആകപ്പാടെ നമുക്കൊരു ഉപകാരം, നമ്മൾ ഈ പണിയൊക്കെ ചെയ്യും. നമുക്ക് സപ്പോർട്ടിന് ഒരാളുള്ള കാരണം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം അവർ ഹെൽപ്പ് ചെയ്ത് തരും. അത് പാത്രം കഴുകാനാണെങ്കിലും ശരി, പാത്രം കഴുകിയ പാത്രം എടുത്തുകൊണ്ട് വരാനാണെങ്കിലും അല്ലെങ്കിൽ മീറ്റ് എടുക്കാനാണെങ്കിലും എല്ലാത്തിനും നമുക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടാവും. അത് കാരണം കൊണ്ട് അവരങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഓക്കെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രേവി ഉണ്ടാക്കണം, മറ്റേ പൈയുടെ മുകളിലും ഫിഷിൻ്റെ മുകളിലും ഒഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു ഗ്രേവി ഉണ്ടാക്കി എടുത്തിട്ട് ഈ കാണുന്ന പോലെ ഒരു ട്രെയിനകത്ത് എല്ലാ മീനും ഒരു 50% വെന്തിട്ടുള്ളൂ. കാരണം ഒരുപാട് വെന്താൽ ചിലപ്പോൾ ചോറ് പോലെ പൊടിഞ്ഞു പോകും, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വൃത്തികേടാവും. അപ്പോൾ നമ്മളതിൻ്റെ വേവൊക്കെ നോക്കി വേണം എടുക്കാൻ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് ഫില്ലപ്പൊക്കെ ചെയ്ത് ഇനി ആ മാഷ് ഇട്ട് വേണം ഫില്ല് ചെയ്യാൻ. ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞ പോലെ മറ്റേ ചാന്തൊക്കെ ഇട്ട് അടയ്ക്കണ പോലാണ്ട് അടയ്ക്കുക, എയർ ടൈറ്റ് ചെയ്യണ അടയ്ക്കണ പോലാണ്ട് അടയ്ക്കുക. നല്ല രസമല്ലേ. നല്ല ഈ മാഷിന് അടിപൊളി കേട്ടോ. മാഷൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. കാരണം വേറെ ഒന്നുമില്ല അതിനകത്ത്. ഉരുളക്കിഴങ്ങും ബട്ടറും പിന്നെ നമ്മുടെ മിൽക്കിൻ്റെ ഒരു ഡബിൾ ക്രീമും, ഇതല്ലാതെ വേറൊരു സാധനം അതിനകത്തില്ല. അത്രയും അടിപൊളി സാധനമാണ്. അതാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് അടയ്ക്കാൻ പോണേ. ഈ കാണുന്ന പോലെ ഇട്ട് വാരി നിറയ്ക്കുക, അടയ്ക്കുക. എന്നിട്ട് ഇത് ഓവനിലേക്ക് വെച്ച പരിപാടി തീർന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടുത്തെ ഒരു കുക്കിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ കഴിക്കണ ഒരു ലോഡ്
എന്താ സ്പൈസസും മുളക് പൊടികൾ, ആ പൊടികൾ, ഈ പൊടികൾ, എന്തോരാ അതിനകത്ത് എന്തോരം നല്ലതുണ്ടാവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല, എന്നാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ആ വക പരിപാടിയൊന്നുമില്ല. ഇവിടെ ഒരു പാക്കറ്റ് ഉപ്പ് മേടിച്ചാൽ ചിലപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കണത് തന്നെ. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് നീ ഇത് പറഞ്ഞിട്ട് ഉപ്പ് തീർന്നു, പഞ്ചസാര തീർന്നു, അല്ലെങ്കിൽ അത് തീർന്നു, ഇത് തീർന്നു എപ്പോഴും പറയണേക്കാം. നമ്മളാണ് ഏറ്റവും കൂടുതൽ ഈ ആവശ്യമില്ലാതെ സാധനങ്ങൾ വലിച്ചു വാരി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കഴിച്ചാൽ മതി, ഹെൽത്തി അല്ലേ, പിന്നെന്താ. പിന്നെ ഇപ്പോൾ ഞാൻ ഈ കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് ലെവലാക്കുക. പിന്നെ നൈസായിട്ടൊരു ഫോർക്ക് എടുത്തിട്ട് ഒന്നതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്രിപ്പിടാം. നമ്മൾ ഈ എന്താ പറയുക, കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ മുറ്റത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിപ്പിടാൻ വേണ്ടിയിട്ട് ചൂലിനെ കടിക്കില്ലേ, അതേപോലെ ഒരു രസത്തിന് വേണ്ടി. അത് വേറെ ഒന്നുമല്ല, ഇത് അതിൻ്റെ അകത്തോട്ട് കയറിയിരുന്ന് ആ ഓവലിരുന്ന് വേവ് മുമ്പ് ഈ തരുതരൊന്ന് പൊങ്ങി നിൽക്കണില്ലേ, ഈ പൊങ്ങി നിൽക്കണതെല്ലാം കൂടി ഒന്ന് മുരിഞ്ഞ് ഒരു ചെറിയൊരു ടേസ്റ്റ്, അതിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചാൽ നല്ല രസമാണ്, അത് നല്ല സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടി ഞാനിടും. അതൊക്കെ നമ്മുടെ പൊടിക്കൈകളാണ്. അപ്പോൾ ചീസിൻ്റെ ഒരു സ്മെല്ലും, അപ്പോൾ അതും ഒന്ന് മുരിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ സാധനം പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല മണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓവൻ തുറക്കും, ഇത് എന്തോ നോക്കാനായിട്ട്. ഓവറായിട്ട് കുക്ക് ചെയ്ത് പോയാലും പണിയല്ലേ, 10-35 ആൾക്കാർ പട്ടിണിയാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഓവൻ ഇടയ്ക്കിടയ്ക്ക് തുറക്കും. ഈ ഓവൻ ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ നല്ല സ്മെല്ല് വരും. അപ്പോൾ ഇതെല്ലാവരും ഇടയ്ക്ക് വന്ന് ചോദിക്കും, എന്താ ജിപ്സാ കുക്ക് ചെയ്യണേ എന്ന് ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇത് ഏകദേശം ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഫിഷ് ഫ്രൈ ആണ് കണ്ടത്, നേരത്തെ വേവിച്ച വെജിറ്റബിൾസ് ആ സൈഡിലുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാണ്, ഇനി സെർവ് ചെയ്യുക. അത് തന്നെ, ലവ്ലി.